നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. അപ്പോൾ യൂട്യൂബിലാകുമ്പോൾ അതവിടെയൊക്കെ എടുക്കില്ല. അങ്ങനെ വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെയൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും കൊച്ചി വരുന്നുണ്ടെങ്കിൽ ഇതിലെന്തായാലും പോകണം. അപ്പോൾ അവിടെ കണ്ടോ പുഷ്പ ഷൂട്ട് ചെയ്ത സ്ഥലം എന്നൊക്കെ ഞാൻ പറയാണ്. പുഷ്പ ഒന്ന് ഷൂട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതല്ലേ ഫസ്റ്റ് സീനൊക്കെ അങ്ങനത്തെ ഇതിലല്ലേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. എനിക്കിഷ്ടമായി. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പോവാൻ. വെള്ളത്തിൽ കൂടെയൊക്കെ കണ്ടോ വെള്ളം ഇങ്ങനെ പൊങ്ങണം. അപ്പോൾ ഇങ്ങനെ ബോട്ട് പൊങ്ങും. അപ്പോൾ ഒരു ബോട്ട് പോകുമ്പോൾ ബാക്കിൽ കൂടെ കണ്ടോ പത പോകണം. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി പോയിട്ട് ഒരു ഹൈക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇനി അവിടെ പോയി നിർത്തണം. അപ്പോഴാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുക. ദേ കണ്ടോ അവിടെ പോയി നിർത്തണം. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ബോട്ട് ഉള്ളതുകൊണ്ട് അവരിങ്ങനെ സിഗ്നലൊക്കെ കൊടുക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോവും അതിനൊക്കെ പറഞ്ഞ് സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടോ അത് പൊങ്ങണ്. ഞങ്ങളുടെ ബോട്ട് ഇങ്ങനെ പൊങ്ങുന്നതാണോ അതോ അവിടെ ഇങ്ങനെ ഇറങ്ങണ സാധനം പൊങ്ങുന്നതാണോ എന്ന് അറിഞ്ഞില്ല. അപ്പോൾ അത് ഇറങ്ങണതായിരുന്നു ഗൈസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് വെള്ളത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങൾ പോയത് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്ഥലമായിരുന്നു. നേവിയുടെ എന്തോ ഒരു സ്ഥലം. അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് പറയാനറിയില്ലെങ്കിൽ ഞാൻ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ അവിടെ മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും. അല്ലെങ്കിൽ ഞാൻ എല്ലാം നല്ല രീതിയിൽ കാണിച്ചു തന്നേനെ. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് റിയൽ പോലെയൊക്കെ തോന്നുന്നു. എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ അവിടെ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോമ്പസ് ഉണ്ടായിരുന്നു. കോമ്പസ് കണ്ടുപിടിച്ചത് ചൈനീസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ്. നിങ്ങൾ ഈ ഭാഗത്തോടെ വാട്ടർ മെട്രോ കഴിഞ്ഞിട്ട് ഇതാണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എന്തായാലും വരണം. ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഒരാൾക്ക് 50 രൂപ കേട്ടോ ടിക്കറ്റ്. അതിനുള്ളത് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. റിയൽ തോക്കാണ് കേട്ടോ. ഇതൊക്കെ റിയൽ വാളുമാണ്. പിന്നെ ഇതൊക്കെ റിയലിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. റിയൽ ആയിട്ടുള്ള ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ദേ ഇങ്ങനെ ഷിപ്പും ഇങ്ങനെ വെള്ളം ഒക്കെ ചാടണ പോലെയൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു നേവിയുടെ 3 kg അങ്ങനെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് റിയൽ ആയിട്ടുള്ള ഹെലികോപ്റ്റർ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ വന്നേക്കാണ്. കാണുന്ന ലുക്കുള്ളൂ. കഴിക്കാൻ രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബസ്സിന് പോവാണ് മെട്രോയ്ക്ക്. ബസ്സിന് പോകണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പോയി ഗൈസ്. ടൈം ആയില്ല തന്നെ പോയി. 1 മണിക്കൂറൊക്കെ ഞങ്ങൾ ബസ്സിലുണ്ടായിരുന്നു. പിന്നെ കാണാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലമൊക്കെ കണ്ട് പോവാണ്. മെട്രോ സ്റ്റേഷനിലേക്കാട്ടോ നമ്മൾ പോണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലുലു മാളിലേക്ക് പോവാണ്. ഓക്കെ ഗൈസ് നമ്മൾ പോവാണ്. അത് കാല് ക്ലീൻ ചെയ്യാനാണ്. ഇല്ല ഗൈസ് നമ്മൾ പോവാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് നമ്മൾ മെട്രോ കയറാനാണ്. ലുലുക്ക് പോവാണ്. അല്ല ലുലുക്ക് പോവാണ്. ലുലുമാൾ മാംഗോലെസ് 50 രൂപ. ഓക്കെ ഗൈസ് നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി ഗൈസ്. ഓക്കെ മെട്രോയുടെ സ്ഥലത്തെത്തി. ഓക്കെ എത്തി ഗൈസ് എത്തി. അത് നമ്മൾ മെട്രോ എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ പോകണം ഗൈസ്. ഗൈസ് നമ്മൾ പോകാൻ വേണ്ടി അപ്പോൾ ഗൈസ് നമ്മൾ ലുലു മാൾ എത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ. കാര്യം ഫസ്റ്റ് അല്ലല്ലോ, സെക്കൻഡ് ടൈമാണ് ലുലുവിൽ. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല, ഒന്നും കറങ്ങിയില്ല. പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നോണ്ടാട്ടോ വേറെ ഒന്നും വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ബ്രൗണീനെ വിളിക്കുകയാണ് കേട്ടോ. ഞാനിത് പൂരത്തിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ പറയാൻ മറന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്കാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് ഇതിനും ആഡ് ചെയ്തത്. അവൻ കയറാൻ നോക്കാറുണ്ട് കേട്ടോ.
എല്ലാവർക്കും